ഈ 1111 നമുക്ക് സമയത്തിലേക്ക് കാണാൻ വേണ്ടി അല്ലേ? അതെ, അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നമ്മൾ മൊബൈലിൽ സമയം അതെ അതെ, അത് ഇന്നലെ നമ്മൾ വരുമ്പോഴത്തേക്ക്. അത് ശരിക്കും നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടത്. ആഹാ. നമ്മുടെ ആഗ്രഹം നമ്മുടെ മനസ്സിലൂടെ ഏതെങ്കിലും അത് പറയാം. അത് നമ്മൾ ഒരു ബൈഹാർട്ടിലെ ഒരു പദ്യം പോലെ നമ്മളത് പറഞ്ഞ് വെച്ചിരിക്കണം. അതിന്റെ ഏറ്റവും അവസാനത്തെ ലൈൻ എന്ത് നിങ്ങൾ പറയുന്നത്, ഞാൻ പരിപൂർണ്ണ ആനന്ദവാനാണ് എന്ന് പറയണം. ഇപ്പം നിങ്ങളൊരു കാർ വാങ്ങുകയാണ്, എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാർ ലഭിച്ചു കഴിഞ്ഞു, ഞാൻ പരിപൂർണ്ണ ആനന്ദവാനാണ്. അപ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ കാറ് വാങ്ങുന്നതോടുകൂടി നിങ്ങളുടെ തലവേദന അന്ന് മുതൽ തുടങ്ങരുത്. ഈ അഫർമേഷന് അതൊരു പ്രശ്നമുണ്ട്. ആൾക്കാരത് അതെ അതെ, അതിന്റെ കൂടെ ഞാൻ പരിപൂർണ്ണ ആനന്ദവാനാണ്. കാരണം അതിന്റെ റിസൾട്ടിൽ ഇത് വരണം. ഇതിൽ റിസൾട്ടിൽ വന്നില്ല എങ്കിൽ എന്താ, അതിനെ കൊണ്ട് കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ എനിക്ക് ഇന്നയാളെ വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ചതിന് ശേഷം അന്ന് മുതൽ അവന്റെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണെന്ന് അത് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അതിന്റെ റിസൾട്ടിലെല്ലാം ഞാൻ പരിപൂർണ്ണ ആനന്ദവാനാണ്. ശരിക്കും നമ്മൾക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിപൂർണ്ണ ആനന്ദവന്മാരായിരിക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും വിചാരിക്കുന്നു നമ്മൾ എന്താ പറയാ, എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അനന്തവാന്മാരാകും. അത് കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുക. അതെ അതെ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് അട്രാക്ട് ചെയ്യാനുള്ള കുറേ പോയിന്റുകളാണ്. നിങ്ങൾക്ക് ഇതിന്റെ PDF ആയിട്ട് തന്നെ കിട്ടും. ഏത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ PDF കിട്ടും. ആ PDF വേണമെങ്കിൽ നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ട് ഉപയോഗിക്കാം ഓരോരോ കാര്യത്തിനും വേണ്ടിയിട്ട്. അത് ഒരുപാട് പറയാനുള്ള കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം പറഞ്ഞ് അല്ലേ, അത് നമ്മൾ ന്യൂമറോളജിയും പേരും അല്ലെ, ലക്കി നെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ അങ്ങേക്ക് അറിയാവുന്ന ഗ്രാബോവോയ് കോഡിനെ പറ്റി അങ്ങേക്ക് അറിയാവുന്ന സയന്റിഫിക്കലി ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ സാർ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറുകൾക്കൊക്കെ ഒരു എനർജി ഉണ്ടല്ലോ, അപ്പൊ അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നല്ലേ കോഡുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ കോഡുകൾക്ക് അതിൻ്റെതായ പവർ ഉണ്ട്. ആ പവർ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിക്കാനുള്ള പവർ അതിനുണ്ട്. അത് നമുക്ക് 2-3 തരത്തിൽ പറയാം. നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ആ രീതിയിലായിരിക്കും പറയുക. ഇന്നു മുതൽ അവരുടെ മനസ്സിൽ അങ്ങോട്ട് ഉറച്ച് വിശ്വസിക്കുകയാണ്, അല്ല ഇനി മുതൽ എനിക്കിത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം, അത് ഏത് വഴിയിലും ആയിരിക്കാം. പക്ഷെ ഇദ്ദേഹം അവകാശപ്പെടുന്ന രീതി ഇതാണ്.